ചന്തത്തിൽ മുറ്റം ചെത്തിപ്പറിച്ചില്ല, എന്നിട്ടും എന്തേ മാവേലി ഓണം വന്നു. ചന്തയിൽ പോയില്ല, നേന്ത്രക്ക വാങ്ങിയില്ല, എന്നിട്ടും എന്തേ മാവേലി ഓണം വന്നു. ചിലതങ്ങനെയാണ്. വിഹുലമായ ഏതവസ്ഥകൾക്കും ഒടുവിൽ ഒരു വിവാദം ഉണ്ടാകും. സ്വാഗതം അറിവിൻ്റെ പ്രകാശത്തിലേക്ക്. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം, പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. നമസ്കാരം, എൻ്റെ പേര് ശ്യാം. 820 എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ്. അശ്വമേധം എന്ന പ്രോഗ്രാമിൽ ഞാൻ അതിഥിയായിട്ട് എത്തുകയാണ്. 10 വർഷം മുമ്പ് കൈരളി ചാനൽ അശ്വമേധം എന്ന പ്രോഗ്രാം കാണുമ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന്. കാരണം നമ്മൾ പലതരത്തിലുള്ള കായികം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും മൈൻഡ് വെച്ച് കളിക്കുന്ന ഒരു ഗെയിമിലേക്ക് വരിക എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. വാക്വം എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് VACUUM ആണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. ശ്യാം പറഞ്ഞ ഉത്തരം ശരിയാണ്. ഈ സുന്ദരിയെ കണ്ടിട്ടുണ്ട്? ഉണ്ട്. ആരാണ് ഈ സുന്ദരി? ഹീന റബ്ബാനി ഖാർ. ഷീസ് ദി മിനിസ്റ്റർ ഫോർ ഫോറിൻ അഫയേഴ്സ്, പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ ഹീന റബ്ബാനി എന്ന സുന്ദരിയാണിത്. സിനിമ 820 എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. സമയവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഭവമാണ്. ഒരു സെക്കൻഡിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ചിലപ്പോൾ അത് സാറിന് സംഭവിച്ചിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ഇനി സംഭവിക്കുമായിരിക്കാം. എൻ്റെ സിനിമയുടെ ടാഗ് എന്ന് പറയുന്നത് ഒൺലി ടൈം വിൽ ടെൽ. സമയമാണല്ലോ എല്ലാം നമ്മൾ റിവീൽ ചെയ്യുന്നത്. നമ്മൾ സമയം ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്ലി അല്ല. അത് ചിലപ്പോൾ നമുക്ക് ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം. വിശ്വദർശന ചക്രവാളങ്ങളെ വിസ്മയിപ്പിച്ച നാടിൻ മഹത്വത്തെ ഓർത്തെടുത്തിന്നു വീണ്ടും ഉണരുന്നു നേർത്ത നിശ്വാസമോടെയാണെങ്കിലും. എൻ്റെ പേര് പ്രസീത. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കക്കോടിയിൽ നിന്നാണ് അശ്വമേധത്തിലേക്ക് വരുന്നത്. ആരാ ഉത്തരമെഴുതി അയച്ചത്? സഹായിച്ചത് ആരാ ഉത്തരം എഴുതാൻ? SMS ചെയ്തത് മോളാണ്. ഞാൻ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ക്ലൂ കേൾക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ക്ലൂ കേട്ടപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്. അതെ. മോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 9th. എന്താ പേര് അവളുടെ? ഗായത്രി. ഗായത്രി, ഹായ്. ഗായത്രിയുടെ അമ്മ ഗായത്രി അയച്ച SMS-ന്റെ പിൻബലത്തിൽ അശ്വമേധത്തിൻ്റെ ഹോട്ട് സീറ്റിൽ യജ്ഞഭൂമിയിൽ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം പ്രസീത, ഒരു കവിതയുള്ളൂ. ഇരുൾ കനക്കുന്ന വഴികളിലെവിടെയോ പതിയിരിക്കുന്നു കറുത്ത കോലങ്ങൾ. ഇരയെ തേടി പരക്കം പായുന്നു ഇമ വെട്ടാതെയാ പരുക്കൻ രൂപങ്ങൾ. കുരുന്നു പക്ഷിതൻ ചിറകരിഞ്ഞല്ലോ കരുത്തരായൊരാ കഴുകൻ പക്ഷികൾ. നിറഞ്ഞ പുഞ്ചിരി പൊഴിച്ച ചുണ്ടിൽ നിന്നൊരു തേങ്ങൽ പോലും ഉയർന്നതില്ലല്ലോ. ഇന്ത്യൻ? സർ, ഇന്ത്യൻ നോ. അല്ല, ഇന്ത്യൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? നോ. പുരുഷൻ? യെസ്. നോർമൽ ഡെത്ത്? അതെ. അതെ. എൻ്റെ പേര് പ്രിറ്റി ഗ്രേസ് മാത്യു. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ദുബൈയിൽ. ഇപ്പം നാട്ടിൽ സെറ്റിലായി. ഞാൻ വിവാഹിതയാണ്. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. മൂത്ത കുട്ടി 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ ഹോബീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പെയിൻറ്റ് ചെയ്യും, പിന്നെ ചെറുതായിട്ടൊക്കെ പാടും, പാട്ട് എഴുതാറുണ്ട്, പിന്നെ ഒരു ഡിസൈനറും കൂടിയാണ് ഞാൻ. അശ്വമേധത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇപ്പം ഡിസൈനിങ് ചെയ്യാറുണ്ട്, പിന്നെ പെയിൻറ്റിങ്സ് വളരെ ഇഷ്ടമാണ്. അത്യാവശ്യം പാട്ടൊക്കെ എഴുതും. ദൈവത്തിൻ സ്നേഹം രുചിച്ചറിഞ്ഞാൽ നാം കണ്ട സ്നേഹങ്ങളേതുമില്ല. ദൈവത്തിൻ സ്നേഹം രുചിച്ചറിഞ്ഞാൽ നാം കണ്ട സ്നേഹങ്ങളേതുമില്ല. ആ സ്നേഹത്തിനു പകരം മറ്റൊരു സ്നേഹം പറവാൻ ഈ ഭൂവിൽ വേറൊന്നുമില്ല. ആ സ്നേഹത്തിനു പകരം മറ്റൊരു സ്നേഹം പറവാൻ ഈ ഭൂവിൽ വേറൊന്നുമില്ല. ദൈവത്തിൻ സ്നേഹം രുചിച്ചറിഞ്ഞാൽ നാം കണ്ട സ്നേഹങ്ങളേതുമില്ല. ശരിയാണ്.
വളരെ ശരിയാണ്. താങ്ക് യു. താങ്ക് യു. ആരംഭിക്കാം. തീർത്തും. ഒളിമ്പിക്സിന്റെ 5 വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സിന്റെ വളയങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? 1 വിവിധ കായിക ഇനങ്ങളെ, 2 കളിക്കിടയിൽ രക്തസാക്ഷികളായവരെ, 3 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളെ. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ. ഈയിടെ അന്തരിച്ച മികച്ച അധ്യാപികയും എഴുത്തുകാരിയുമായ ഈ വ്യക്തി ആരാണ്? ഹൃദയകുമാരി.